64 ലക്ഷം രൂപയ്ക്ക് 2 കാർ പാർക്കിംഗ്, 3 ബെഡ്റൂം, വെൽ വാട്ടർ, ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. വെറുതെ പറഞ്ഞതല്ല കേട്ടോ. വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ പള്ളിക്കരയ്ക്കടുത്ത് കാണിനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്ക് കാണിനാട് ജംഗ്ഷനിൽ നിന്നും വെറും 1.5 കിലോമീറ്റർ ആണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഇനിയിപ്പോ നമുക്ക് പെരിങ്ങാനം ജംഗ്ഷൻ നോക്കണമെങ്കിൽ 4 കിലോമീറ്റർ. ഇൻഫോ പാർക്കിലേക്ക് നിങ്ങൾക്ക് വളരെ ഈസിയാണ്. വെറും 7.6 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. കാക്കനാട് കളക്ടറേറ്റ് ആണെങ്കിൽ 12 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് 19, തൃപ്പൂണിത്തുറയിലേക്ക് വെറും 13 കിലോമീറ്റർ ആണ് വരുന്നത്. എയർപോർട്ടിലേക്കാണെങ്കിലോ 28. അങ്ങനെ നമുക്ക് എല്ലായിടത്തേക്കും ഈസി ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. സ്ഥലത്തിന്റെ പേര് എറണാകുളം ജില്ലയിൽ പള്ളിക്കര പെരിങ്ങാലയ്ക്കടുത്ത് കാണിനാട് എന്നാണ്. വലിയൊരു വില്ലാ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്ന വീട് വരുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ ചുറ്റിലുള്ള ഏരിയയൊക്കെ ഒന്ന് നോക്കിയാൽ കാണാം, നിറയെ വീടുകളാണ്. 1-2 വീടുകളിലൊക്കെ ആളുകൾ താമസമായതാണ്. ബാക്കിയുള്ള വീടുകൾ അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. 3.8 ആണ് ലാൻഡ് അളവ് വരുന്നത്. 1610 സ്ക്വയർ ഫീറ്റില് 3 ബെഡ്റൂമുകൾ പ്ലസ് യൂട്ടിലിറ്റിയോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നിങ്ങൾ നോക്കിക്കോളൂ. വീതിയുള്ള റോഡ് തന്നെയാണ്. ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. മതിൽ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ പെയിന്റിനകത്ത് ചെറിയൊരു ഗ്രേ ഷെയ്ഡ് വരുന്നുണ്ട്. ടെക്സ്റ്റർ വർക്കാണ് കംപ്ലീറ്റ് ആയിട്ട്. മെയിൻ പില്ലറിലൊക്കെ നോക്കുവാണെങ്കിലും ലൈറ്റ് വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഗേറ്റ് നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയുള്ള എലിവേഷൻ വീടിന് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്നാൽ നമ്മൾ നേരെ വരുന്നത് കോബിൾ സ്റ്റോൺസ് ഒക്കെ പാകി വരും മുറ്റത്തേക്കാണ്. പകുതി ഭാഗം നോക്കുവാണെങ്കിൽ മറ്റുള്ള സ്റ്റോൺസും ആണ് വിരിച്ചിരിക്കുന്നത്. സ്ട്രേറ്റ് നമ്മൾ വന്ന് നിൽക്കുന്നത് കാർ പോർച്ചിലാണ്. കാർ പോർച്ച് നല്ല കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു സൈഡിലെ പില്ലറിലെ ടെക്സ്ചർ വർക്കാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ ബ്രിക്ക് മോഡലുള്ള വർക്കുമാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ കാർ നിങ്ങൾക്ക് ഇവിടെ സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാം. ഒന്നാമത്തെ കാർ പാർക്കിങ്ങിന് അടുത്തായിട്ടാണ് നമുക്ക് കിണർ വരുന്നത്. വലിയൊരു കിണർ തന്നെയാണ്. അത് ഹാഫാക്കി കവർ ചെയ്തിരിക്കുകയാണ്. കിണറിന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് വരുന്നത്. ഒന്നാമത്തെ കാർ പാർക്കിംഗ് കണ്ടു, കിണർ കണ്ടു. നമുക്ക് നമ്മുടെ രണ്ടാമത്തെ കാർ ഈ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്യാം. 2 കാറുകൾക്ക് സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. രണ്ടാമത്തെ കാർ പാർക്കിങ്ങിന്റെ ഈ ഒരു ഭാഗത്തൂടെ നമുക്ക് വീടിന്റെ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. വീടിന്റെ റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് മെറ്റൽ ചിപ്പാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കംപ്ലീറ്റ് മെറ്റൽ ചിപ്പാണ്. നല്ല വൈഡ് ആയിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ് കിട്ടുന്നത്. വർക്ക് ഏരിയയുടെ ഭാഗത്താണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന സൈഡാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ ഉള്ള ലെഫ്റ്റ് സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും നല്ല ഏരിയ സ്പേഷ്യസ് ആണ്, വൈഡ് ആണ്, മെറ്റൽ ചിപ്പാണ് തിരിച്ചിരിക്കുന്നത്. നല്ല നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു 3 ചെയറുകൾ വരെ ഇവിടെ പ്ലേസ് ചെയ്യാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഗ്രാനൈറ്റ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ ഷോ ലൈറ്റുകളും ചെറിയ LED ബൾബുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് സിറ്റ് ഔട്ടിന്റെ ഏരിയ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. തേക്ക് വുഡിലാണ്, തേക്കിലാണ് നമുക്ക് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോറിന്റെ ദർശനം നോക്കുവാണെങ്കിൽ നോർത്താണ്, വടക്ക് ഭാഗത്തേക്കാണ് വീടിന്റെ മെയിൻ ഡോർ എല്ലാം തന്നെ ഫേസ് ചെയ്യുന്നത്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. 12 അടി നീളവും 11.5 അടി വീതിയുമുള്ള ലിവിംഗ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്ലോറിലൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് നമുക്ക് വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. TV വെക്കാൻ അറേഞ്ച്മെന്റ് ഈ ഒരു വോളിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ട് TV വെക്കാനായിട്ട് ഭംഗിയായിട്ടൊരു ഡിസൈനിലാണ് ബോർഡ് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ ആണെങ്കിൽ ക്ലോസ്ഡ് കബോർഡുകളും 2 സൈഡിലും ഓപ്പൺ ഷെൽഫുകളും വരുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടാണ് ചെറിയൊരു ഡിസൈൻ വരുന്നുണ്ട്. സിലിണ്ടറിക്കൽ ലൈറ്റുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ലിവിംഗ് റൂം ചെയ്തിരിക്കുന്നത്. എയർ ഹോൾ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ഇതിന്റെ ഈ ഒരു എൻട്രൻസ് നോക്കുവാണെങ്കിൽ ഇവിടെയും നമുക്കൊരു ഷെൽഫ് ഫെസിലിറ്റി പോലെ കിട്ടുന്നുണ്ട്. ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നുണ്ട്. ഫ്ലവേഴ്സ്, ഡോൾസ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാം. എൻട്രൻസും കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് 11 അടി നീളവും 9 അടി വീതിയുമാണ് ഡൈനിങ് ഏരിയയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് വിൻഡോസ് വരുന്നത്. പുറത്തേക്ക് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളെല്ലാം മൾട്ടിവുഡ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ മെയിൻ ഡോർ നോക്കുവാണെങ്കിൽ തേക്കിലാണ്. ബാക്കിയുള്ള മരങ്ങളൊക്കെ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ഹാൻഡ് റെയിൽസ് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പുകളിലൊക്കെ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നിറയെ
കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻവെർട്ടേഴ്സ് വെക്കാൻ, സാധനങ്ങൾ സൂക്ഷിക്കാനൊക്കെ ഒരുപാട് സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഡൈനിങ് ഹാളിന്റെ റൂഫ് നോക്കുവാണെങ്കിൽ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഈ ഒരു വിൻഡോ ഇരിക്കുന്ന ആ ഒരു ഹോൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. റൂഫ് കുറച്ച് ഭാഗങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അവിടെയാണെങ്കിലും സിമ്പിൾ ആയിട്ട് LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ്, സ്വിച്ചസ് ഒക്കെ GM-ലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സാനിറ്ററി ഐറ്റംസ് ഒക്കെ ജാഗ്വാറിലും ജെറയിലുമാണ്. ഇവിടെയാണ് വാഷ് ഏരിയ വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് മൊറോക്കൻ ടൈൽസ് ആണ്. നല്ലൊരു മിറർ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. താഴെ ഭാഗത്തും ഓപ്പൺ കബോർഡുകളും ക്ലോസ്ഡ് കബോർഡുകളും വരുന്നുണ്ട്. ഏറ്റവും താഴെ നോക്കിയാലും ചെറിയൊരു വുഡന്റെ ഔട്ട് ഫ്രെയിം ഇട്ടിട്ട് അതിനകത്ത് LED സ്ട്രിപ്പുകളാണ് ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. സൗത്ത് ഈസ്റ്റ് ഭാഗത്താണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ്. എൻട്രൻസ് ഒക്കെ ഭംഗിയായിട്ടാണ്. ഏറ്റവും ടോപ്പിൽ ഫ്ലവർ ബക്കറ്റ്സ് ഒക്കെ നമുക്ക് ഹാങ് ചെയ്യാനായിട്ട് നല്ല അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പും താഴേക്കൊക്കെ നോക്കുവാണെങ്കിൽ വുഡൻ പാനലിംഗ് തന്നെയാണ്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. കിച്ചണിനകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് കുക്ക് ചെയ്യാവുന്ന രീതിയിൽ വാസ്തുപരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തായിട്ടാണ് വിൻഡോസും വരുന്നത്. കിച്ചന്റെ കൗണ്ടർ ടോപ്പ് പോർഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ആണ്. അതിന് മാച്ച് ആയിട്ട് തന്നെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ് കിച്ചൺ ക്യാബിനറ്റ്സും ചെയ്തിരിക്കുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലുമായിട്ടാണ് ക്യാബിനറ്റ്സ് വരുന്നത്. നമുക്ക് ഫ്രിഡ്ജ് വെക്കാനായിട്ട് ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കുള്ള കൺസേൺ ആണ് ഫ്രിഡ്ജിന് സ്പേസ് ഇല്ലാത്തത്. അതിന് വേണ്ടിയിട്ട് നല്ലൊരു സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷൻ നിങ്ങൾക്ക് കാണാം. റൂഫ് ഒക്കെ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ഡോർ ആണ് ആ കാണുന്നത്. തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. ഇവിടെ ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഡോറിന്റെ ഡിസൈൻ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. 13 അടി നീളവും 11 അടി വീതിയുമുള്ള നല്ലൊരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്ത് 3 വിൻഡോസും ഈ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസും ആണ്. റൂഫിൽ എയർ ഹോൾ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടാണ് ഡിസൈൻ വരുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സും വരുന്നുണ്ട്. വാർഡ്രോബുകൾ നോക്കുവാണെങ്കിൽ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരുന്ന കളറാണ്. അതിന്റെ കൂടെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. ജെറയിലും ജാഗ്വാറിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മുകളിലേക്കുള്ള സ്റ്റെയർകേസ് നമ്മൾ കയറാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ സ്റ്റെപ്പ് കയറി തുടങ്ങും നമുക്ക് ഈ ഒരു ലാൻഡിങ്ങിന്റെ ഭാഗത്ത് മുകളിൽ നോക്കുവാണെങ്കിൽ അവിടെയും 3 വിൻഡോസ് ആണ് വരുന്നത്. ഫുഡ് ലാമ്പ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. കയറി വന്ന വഴിക്കുള്ള ഈ ഒരു ഹോള് കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഷോ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ മുകളിൽ എത്തിക്കഴിയുമ്പോൾ ഈ ഭാഗത്തായിട്ട് പെർഗോള മോഡലിലാണ് ഗ്ലാസ് ആണ് അകത്ത് ഇട്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു ഹാള് കിട്ടുന്നുണ്ട്. പിന്നെ ഇതുപോലെ എൽ ഷേപ്പിലും അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയ ഒരു ഹാളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഹാളിന്റെ റൂഫ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും വളരെ ചെറിയൊരു ഡിസൈനും ആണ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നു. ആദ്യത്തെ ഒരു റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമുക്ക് ഈ കാണുന്ന വോളിലാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് കണക്ട് ചെയ്യാനും പോയിന്റ്സും എല്ലാം ഉണ്ട്. ഇവിടേക്ക് നമുക്ക് സോഫ സെറ്റീസ് ഇട്ടാൽ നല്ല രീതിയിൽ TV കാണാനുള്ള ഒരു ഓപ്ഷൻ കൂടി കിട്ടുന്നുണ്ട്. ആദ്യത്തെ ഡോർ തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തൊരു ഏരിയ ആണ്. നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു വിൻഡോ കിട്ടുന്നുണ്ട്. അത്യാവശ്യത്തിന് സൗകര്യം കൊടുത്തിട്ടാണ്. ഇവിടെ തന്നെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് വരുന്നത്. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്താൽ പുറത്ത് സ്റ്റെയർ കേസ് ആണ്. നമുക്ക് നേരെ ടെറസിലേക്ക് പോകാവുന്ന വഴിയാണ്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെ നമ്മൾ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. ഇവിടെ നമുക്കിനി 2 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. ടോട്ടലി നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഡോറുകളുടെ എല്ലാ പാറ്റേൺ സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 13 അടി നീളവും 11 അടി വീതിയുമുള്ള ഒരു ബെഡ്റൂം ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ 2 സിംഗിൾ വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ സിമ്പിൾ ആയിട്ടാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നത്. എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ സെയിം കളർ കോമ്പിനേഷനിലാണ് ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു വാർഡ്രോബ് കിട്ടുന്നത്. 13 അടി നീളവും 11 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് കിട്ടുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലെ ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണേണ്ടത്. ഈ ഒരു ഭാഗത്താണ് വരുന്നത്. 12 അടി നീളവും 11 അടി വീതിയിലുമാണ് ഇത് ചെയ്തിരിക്കുന്നത്. 2 സൈഡിലായിട്ടാണ് 3 വിൻഡോസ് കൊടുത്തിരിക്കുന്നത്.
റൂഫിലും സിമ്പിൾ ആയ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. നമുക്ക് ഇവിടുത്തെ ബാൽക്കണി കൂടി കാണാനുണ്ട്. ഇവിടെ ഒരു പാസേജ് പോലെ വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണിയിലേക്കുള്ള ഡോർ വരുന്നത്. ബാൽക്കണി സ്പേഷ്യസ് ആണ്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡിന്റെ വ്യൂ ആണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. റൂഫിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ PVC പാനലിംഗ് കൊടുത്തിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ സേഫ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വീട് നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കര പെരിങ്ങാലൊക്കെ അടുത്ത് കാണിനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നല്ലൊരു വില്ല പ്രൊജക്റ്റ് ആണ്. ഒരുപാട് വീടുകളൊക്കെ ഉള്ള ഏരിയ ആണ്. കുറച്ച് വീടുകളിലൊക്കെ ആളുകൾ താമസമായി, ബാക്കിയുള്ള വീടുകൾ കുറച്ച് അണ്ടർ കൺസ്ട്രക്ഷനിലാണ് ഇരിക്കുന്നത്. കാണിനാട് ജംഗ്ഷനിൽ നിന്നും 1.5 കിലോമീറ്റർ ആണ്. ഇൻഫോ പാർക്കിലേക്ക് 7.5 കിലോമീറ്റർ. ബാക്കി നമ്മുടെ ഇടപ്പള്ളി, അതുപോലെ തന്നെ നമ്മുടെ തൃപ്പൂണിത്തുറ എയർപോർട്ട് എല്ലായിടത്തേക്ക് നമുക്ക് ഈസി ആക്സസ് ആണ് വരുന്നത്. ടോട്ടൽ ലാൻഡ് അളവ് വരുന്നത് 3.8 സെന്റ് ആണ്. 1610 സ്ക്വയർ ഫീറ്റ് ആണ്. 1610 സ്ക്വയർ ഫീറ്റില് 3 BHK പ്ലസ് ഒരു യൂട്ടിലിറ്റി റൂമോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. വെൽ വാട്ടർ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീടിന് 64 ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത്. 64 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആക്കി വാങ്ങി തരുന്നതാണ്. നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റിയിലും ഈ വീട് സ്വന്തമാക്കാനായിട്ട് എല്ലാ ഹെൽപ്പുകളും ഞങ്ങൾ തന്നെ ചെയ്തു തരുന്നതാണ്. ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ലോൺ ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്പറുകൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, വിളിക്കുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.